ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് മണ്ണാർക്കാട് ജില്ലാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും അനുമോദനവും സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് മണ്ണാർക്കാട് ജില്ലാ അസോസിയേഷൻ സംഘടിപ്പിച്ച ആദരായനം 2024 കുമരമ്പത്തൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ദീർഘകാല സേവനം പൂർത്തിയാക്കി സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൗട്ട് അധ്യാപകരായ MN നാരായണൻ, P വിജയൻ, VP ജയരാജൻ, PR രമ, നബീസ എന്നിവർക്കുള്ള യാത്രയയപ്പും നൽകി. കോട്ടയ്ക്കൽ വെച്ച് നടന്ന സ്റ്റേറ്റ് കാമ്പൂരിയിൽ പങ്കെടുത്ത 63 സ്കൗട്ട് കുട്ടികൾക്കുള്ള അനുമോദനവും സ്കൗട്ട് ആൻഡ് ഗൈഡ് അധ്യാപകരുടെ സംഗമവും തദവസരത്തിൽ നടത്തി. യാത്രയയപ്പ് യോഗം ലോക്കൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആയിഷ ബി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ KK മണികണ്ഠൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. 16 വർഷമായി ഞാൻ ഈ സ്കൗട്ട് ഗൈഡ് സംഘടനയുമായി യോജിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു റിട്ടയർമെന്റ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ പങ്കെടുത്തത്. സത്യം പറഞ്ഞാൽ സ്കൗട്ടിൽ നിന്നും അതുപോലെ ഗൈഡിൽ നിന്നും അധ്യാപകർക്ക് റിട്ടയർമെന്റ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അതിനൊരു പ്രധാന ഉദാഹരണമാണ് VP ജയരാജൻ മാസ്റ്റർ. അദ്ദേഹം ഞാൻ HM ആയ അതേ സമയത്ത് HM ആയി തച്ചമ്പാറയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പ്രിൻസിപ്പളായി. ഇപ്പോൾ റിട്ടയർമെന്റിലാണെങ്കിലും ഇപ്പോഴും ഈ പ്രസ്ഥാനവുമായിട്ട് വളരെയധികം സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ മാഷന്മാരായി ആവുമ്പോൾ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ ആ സ്കൂളിലേക്ക് പോവുക എന്ന് പറയുന്നത് അവിടെ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സ്വീകാര്യത പിന്നീട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അങ്ങനെയല്ല, ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ സംഘടനയിൽ വളരെയധികം നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും ജയരാജൻ മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു അധ്യാപകനായിരുന്നു. അതുകൂടാതെ പ്രിൻസിപ്പളായിരുന്നു. പ്രിൻസിപ്പളായ സമയത്തും റിട്ടയർമെന്റ് പാർട്ടിയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുറേ വർഷങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് അദ്ദേഹം വളരെയധികം ഇടപഴകിക്കൊണ്ട് ഇതോടുകൂടിയുള്ള ഒരു ജീവിതമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നാരായണ മാഷ് ക്യാമ്പുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം വളരെ ആക്കി കൊടുക്കട്ടെ എന്നുള്ള ആശംസയോട് അതിന് വളരെ ആസൂത്രിതമായി അതിൻ്റെ പിന്നിൽ ധാരാളം ആളുകളും ധാരാളം കാര്യങ്ങളും പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നവർ തന്നെയാണ്. നസീർ മാസ്റ്റർ, അതുപോലെ തന്നെ മണികണ്ഠൻ മാസ്റ്റർ, മറ്റ് സ്കൗട്ട് ഗൈഡ് അധ്യാപകർ എല്ലാവരും, അതുപോലെ പങ്കെടുത്ത കുട്ടികൾ. അപ്പം നമ്മുടെ ഈ ഒരു ചടങ്ങ് വളരെ കാര്യക്ഷമമായി ഇത് ഇനിയും വരും വർഷങ്ങളിലും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി. ലോക്കൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് VR സുധ, ക്ലബ്ബ് ഡിസ്ട്രിക്ട് കമ്മീഷണർ ഹരിദാസൻ മാസ്റ്റർ, DTC ഗൈഡ് ബീന ടീച്ചർ, DOC ഗൈഡ് സിന്ധു ടീച്ചർ, ലോക്കൽ അസോസിയേഷൻ മണ്ണാർക്കാട് ജില്ലാ സെക്രട്ടറി വിജയരാജൻ മാസ്റ്റർ, ചെറുപ്പുളശ്ശേരി ലോക്കൽ സെക്രട്ടറി M സുബൈർ മാസ്റ്റർ, DOC സ്കൗട്ട് ചന്ദ്രമോഹൻ മാസ്റ്റർ, HM ഫോറം പ്രതിനിധി രവിശങ്കർ മാസ്റ്റർ, ADC സ്കൗട്ട് മനോജ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി നസീർ മാസ്റ്റർ സ്വാഗതവും ട്രഷറർ കരീം മാസ്റ്റർ നന്ദിയും പറഞ്ഞു. VP ജയരാജൻ മാസ്റ്റർ, DTC സ്കൗട്ട് MN നാരായണൻ മാസ്റ്റർ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയൻ മാസ്റ്റർ, ഗൈഡ് ക്യാപ്റ്റൻ നബീസ ടീച്ചർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. മണ്ണാർക്കാട്, ചെറുപ്പുളശ്ശേരി എന്നീ ലോക്കൽ അസോസിയേഷനുകളിലെ വിവിധ വിദ്യാലയങ്ങളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് അധ്യാപകർ ചടങ്ങിൽ സംബന്ധിച്ചു.
എനിക്കൊന്നും ഓർമ്മയുണ്ട് 184 കുട്ടികളാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. അതിൽ 32 കുട്ടികൾക്ക് നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അംഗമാസത്തിലുള്ള അവാർഡ് മേടിച്ചു. 28 കൊല്ലം സർവീസ് കഴിഞ്ഞു. സ്കൗട്ടിങ്ങില് സ്കൂളിൽ ജോയിൻ ചെയ്ത് 93-ല്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ വരുമ്പോൾ ആ വർക്ക് ചെയ്ത ഒരു കൊല്ലം ഒഴിച്ച് ബാക്കി എല്ലാ കൊല്ലവും ഞാൻ സ്കൗട്ട് മാഷായിരുന്നു. 2023 അടക്കം ഞാൻ എന്റെ കീഴിൽ നിന്നും 6 കുട്ടികളെ രാജ്യപുരസ്കാരം അയച്ചു. എത്ര നിങ്ങൾ ചിന്തിക്കും, എത്ര ആൾക്കാർ സർവീസിലുടനീളം സ്കൗട്ടിങ് നടത്തണം. അതൊരു വെല്ലുവിളിയാണ്. അത് ചെയ്യുന്ന ഗുണം നമുക്ക് നമ്മുടെ കുട്ടികൾക്കാണ്. നാട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുന്ന പടച്ചോൻ, ദൈവം, കർത്താവ് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ നല്ലത് മാത്രം ചെയ്താൽ മക്കളെ നിങ്ങളും അങ്ങനെ ആവണം. അങ്ങനെ LA സെക്രട്ടറി ആയി. പിന്നീട് ജില്ല വന്നപ്പോൾ ജില്ലയുടെ പക്ഷേ അഡൽട്ട് ലീഡർ ട്രെയിനിങ്ങിന്റെ ഒരു ചുമതലയുള്ള ആളാണ് എന്നതുകൊണ്ട് ഞാനിവിടെ എൻ്റെ സ്കൗട്ടിംഗ് അനുഭവം കുറച്ച് പറയും. നിങ്ങൾ അതും കൂടി ഒന്ന് കേൾക്കണം. ഫെബ്രുവരി 24-ന് ഒരു ജനറൽ ഇൻഫർമേഷൻ കോഴ്സിൽ പങ്കെടുക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ ഇതിലേക്കുള്ള ഇൻട്രോ. അന്ന് MC രാംദാസ് എന്ന് പറയുന്ന മലപ്പുറം DTC അദ്ദേഹമാണ് ക്ലാസ് എടുത്തത്. പിന്നീട് അദ്ദേഹം സ്റ്റേറ്റ് ട്രെയിനിങ് കമ്മീഷണറൊക്കെ ആയി തിരുവനന്തപുരത്ത് STC എന്ന് പറയും, അവിടെയൊക്കെയാണ് പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരു പോലീസുകാരന്റെ രൂപഭാവമാണ്, നായനാരുടെയൊക്കെ ഒരു ശൈലിയാണ്, ഒരു ഭയങ്കര ഒച്ചയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ whenever maybe, wherever maybe അതിങ്ങനെ നമുക്ക് ഫീൽ ആവുന്ന, ഉള്ളിൽ തട്ടുന്ന ഒരു സമയമാണ്. അവിടെയാണ് ജീവിതം വിജയിക്കുന്നത്. ഈ പ്രസ്ഥാനം എനിക്ക് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ ഇഷ്ടംപോലെ ഒരു ടെന്റിന്റെ ഉള്ളിൽ കാല് കൂട്ടി മുട്ടി കിടന്നുകൊണ്ട് ഞാൻ ഒരു അത്ര കോഴ്സുകൾ പങ്കെടുത്ത ആളാണ്. ഓരോ കോഴ്സിലും അത് എന്താ പറയാ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ വ്യത്യസ്തരായിട്ടുള്ള സഹോദരന്മാരായിരുന്നു. കോഴ്സുകൾ കുറേ ഉണ്ടായിട്ടുണ്ട്. അതിൽ പറയേണ്ട ഒരു കാര്യം, ഏതൊക്കെ കോഴ്സ് പോയി, അല്ല ഇതിൽ എന്തൊക്കെ ചാൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ കേരളത്തിലെ പല കോഴ്സുകൾ, കേരളത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ പച്ചമടിയിൽ ഒരു സ്റ്റാർ ഗേസിംഗ് ആൻഡ് മാപ്പിംഗ് എന്ന് പറയുന്ന കോഴ്സിന് പോയിട്ടുണ്ട്. പിന്നെ ALTക്ക് അവിടെ പോയിട്ടുണ്ട്. ഡൽഹിയിലേക്ക് ഞാൻ ഒരു 8 കുട്ടികളെ കൊണ്ട് 5 ദിവസത്തെ ഒരു ക്യാമ്പിന് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.